ഇന്റർനെറ്റ് സുരക്ഷാ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു വെബ് പേജ് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ cybersafety.html എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ വെബ് പേജ് ആകർഷകമാക്കുക. cybersafety.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കുക. വെബ് പേജിലെ പ്രധാന തലക്കെട്ടിന് ഇന്റർനെറ്റ് സൊസൈറ്റി അവയർനെസ് എന്ന തലക്കെട്ടിന് കളർ യെല്ലോ ആക്കുക, ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആക്കുക, ഫോണ്ട് ഫാമിലി നോട്ടോ സെറിഫ് ആക്കുക. ഉപശീർഷകത്തിന് നിറം ബ്ലൂ നൽകുക. മാറ്റം വരുത്തിയ ഫയൽ സേവാസങ്കേതം ഉപയോഗിച്ച് ഹോമിലെ എക്സാം10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. തുടർന്ന് ഈ ഫയൽ വെബ് ബ്രൗസറിൽ തുറന്ന് പ്രദർശിപ്പിക്കുക. A web page related to internet safety awareness, namely cybersafety.html, is given in the exam documents in home. Make this web page attractive as per the instructions given below. Open the file cybersafety.html in a text editor. Then, after making some changes as per the instruction given in this question, save the file using the Save As option to the exam10 folder in home with your register number _ question number as the file name. Then open this file in web browser and display it. ഈ ചോദ്യം ചെയ്യുവാനായി ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള cybersafety.html എന്ന ഫയൽ തുറക്കുന്നു. ഇതിൻ്റെ നിലവിലെ അവസ്ഥ ഇതാണ്. ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി അവയർനെസ് എന്ന ഇതാണ് മെയിൻ ഹെഡിങ്. ഇത് സബ് ഹെഡിങ് ആണ്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ മെയിൻ ഹെഡിങ്ങിന് മഞ്ഞ നിറമാക്കണമെന്നും നീല നിറത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്നുമാണ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഇതുപോലുള്ള സബ് ഹെഡിങ്ങുകളെല്ലാം നീല നിറമാക്കണമെന്നാണ്. പിന്നീട് ഫോണ്ടിന് മാറ്റം വരുത്താനും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഇവിടെ ഓപ്ഷനുകളില്ല. അതുകൊണ്ട് തൽക്കാലം ഇത് ക്ലോസ് ചെയ്യാം. ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കുവാനായി ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനി ഇവിടെ മെയിൻ ഹെഡിങ് നോക്കുക. ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി അവയർനെസ് അതിനുപയോഗിച്ചിട്ടുള്ള ടാഗ് H1 ആണ്. സബ് ഹെഡിങ്ങുകൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ടാഗ് നോക്കുക H2 ആണ്. ഇതിൻ്റെ CSS കോഡിലേക്ക് പോയിട്ട് അവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. അതുകൊണ്ട് CSS കോഡുകളിലേക്ക് പോയിട്ട് അതിൽ H1ഉം H2ഉം കണ്ടുപിടിക്കുക. H1 ഇവിടെയാണ്. അതിൻ്റെ കളർ ഇവിടെ ബ്ലാക്ക് ആണ്. അത് മാറ്റിയിട്ട് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ യെല്ലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ നിറം വൈറ്റ് എന്നുള്ളത് ബ്ലൂ ആക്കുകയാണ്. പിന്നീട് ഒരു മാറ്റം വരുത്താൻ പറഞ്ഞിട്ടുള്ളത് ഫോണ്ട് ഫാമിലി നോട്ടോ ഷെറിഫ് എന്നാക്കണമെന്നാണ്. ലിബറേഷൻ ഷെറിഫ് എന്നുള്ളത് മാറ്റിയിട്ട് നോട്ടോ ഷെറിഫ് എന്നാക്കുന്നു. സബ് ഹെഡിങ് H2ലും മാറ്റം വരുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിറം നീലയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനിവിടെ ബ്ലാക്ക് എന്നത് മാറ്റിയിട്ട് അവിടെ ബ്ലൂ എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും വരുത്തി കഴിഞ്ഞു. ഇനി സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണുന്ന മാതൃകയിലേക്ക് നമ്മളുടെ വെബ് പേജ് മാറിയിട്ടുണ്ടാവും. സേവ് ആസ് ഓപ്ഷൻ ഉപയോഗിച്ച് സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ സേവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സൈബർ സേഫ്റ്റി എന്ന ഇതിൻ്റെ പേര് മാറ്റിയിട്ട് രജിസ്റ്റർ നമ്പർ പ്രകാരം പേര് നൽകുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ. .html മായ്ച്ചു കളയാൻ പാടില്ല. ഹോമിലെ exam10ലാണ് സേവ് ചെയ്യേണ്ടത്. ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഇനി ഇത് പ്രദർശിപ്പിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം. ഹോമിലെ exam10 ഫോൾഡർ തുറക്കുന്നു. ഇതിൽ സേവ് ചെയ്ത ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. പറഞ്ഞ പോലുള്ള എല്ലാ മാറ്റങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞു.